കൊച്ചി നഗരത്തിലെ കൊതുക് ശല്യത്തിനെതിരെ പ്രതിഷേധിച്ച് കൊച്ചിയിലെ കോൺഗ്രസ് പ്രവർത്തകർ. കോൺഗ്രസ് കൊച്ചി സൗത്ത് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് പി ജേക്കബിന്റെ നേതൃത്വത്തിലാണ് പള്ളുരുത്തി സോണൽ ഓഫീസിന് മുന്നിൽ വേറിട്ട പ്രതിഷേധം സംഘടിപ്പിച്ചത്. കൊതുക് വലയ്ക്കുള്ളിൽ കിടന്നുകൊണ്ട് നടത്തിയ പ്രതിഷേധം കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ അഭിലാഷ് തോപ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഡെങ്കിപ്പനി ബാധിച്ച് ഇടക്കൊച്ചി സ്വദേശിനി മരിച്ച സംഭവത്തിലും കൊച്ചിയിലെ കൊതുക് ശല്യം രൂക്ഷമായി ഡെങ്കിപ്പനി പടർന്നു പിടിക്കുന്നത് കോർപ്പറേഷന്റെ അനാസ്ഥയാണെന്നും ആരോപിച്ചാണ് കോൺഗ്രസ് കൊച്ചി സൗത്ത് ബ്ലോക്ക് കമ്മിറ്റി പള്ളുരുത്തി സോണൽ ഓഫീസിന് മുൻപിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രസിഡന്റ് പി ജേക്കബിന്റെ നേതൃത്വത്തിൽ കൊതുക് വലയ്ക്കുള്ളിൽ കിടന്നുകൊണ്ടാണ് പ്രവർത്തകർ തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. കോർപ്പറേഷന്റെ അധികാരികളുടെ കെടുകാര്യസ്ഥത കൊണ്ട് ഞങ്ങൾക്ക് രാത്രിയും പകലും വീട്ടിലിരിക്കാൻ പോലും നിർവാഹമില്ലാത്തൊരു സ്ഥിതിവിശേഷമാണ്. കാണകൾ വെള്ളം കെട്ടി ഒഴുക്കില്ലാതെ കിടന്ന് കൊതുകുകൾ മുട്ടയിട്ട് പെരുകുന്നു. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നില്ല. ആ കൊതുകിൽ നിന്ന് ആരോഗ്യ വകുപ്പ് പറയുന്നത് ഡെങ്കിപ്പനി കൂടുതലായി പടർന്നു പിടിക്കുന്നത് കൊതുകിൽ നിന്നാണെന്നാണ്. കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി CX ജൂഡ് യോഗത്തിൽ സ്വാഗതം ആശംസിച്ചു. കൊച്ചി കോർപ്പറേഷൻ കൗൺസിലർ അഭിലാഷ് തോപ്പിൽ പ്രതിഷേധ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊച്ചി നഗരത്തിൽ രൂക്ഷമായ കൊതുക് ശല്യമാണെന്നും ഒട്ടുമിക്ക ഡിവിഷനുകളിലും ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുമാണ് ആരോഗ്യവകുപ്പിൽ നിന്നുള്ള വിവരമെന്നും അഭിലാഷ് തോപ്പിൽ പറഞ്ഞു. കൊതുകിന്റെ ശല്യം കൊണ്ട് ജനങ്ങൾക്ക് വീട്ടിൽ കിടന്നുറങ്ങുവാനായിട്ട് സാധിക്കാത്ത സ്ഥിതിയാണ്. ഒരു കൗൺസിലറാണ് ഇത് പറയുന്നത്. ഒരു കൊച്ചി നഗരസഭയിലെ ഒരു കൗൺസിലറാണ് ഈ പൊതുനിരത്തിൽ വന്ന് ഇത്തരത്തിൽ ഞങ്ങൾക്ക് കൊതുക് കടികൊണ്ട് ഞങ്ങളുടെ നാട്ടുകാർക്ക് ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് കൊതുക് കടികൊണ്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല എന്ന് ഇവിടെ വിളിച്ചു പറയുന്നത്. ഈ 74 ഡിവിഷനിലെ കൗൺസിലർക്ക് ഇത് തന്നെയാണ് അവസ്ഥ. മറ്റാരും തുറന്നു പറയുന്നില്ല എന്നേ ഉള്ളൂ. ഞാനിത് പൊതുനിരത്തിൽ വന്ന് മൈക്ക് കിട്ടി ഞാൻ വിളിച്ചു പറയാൻ, ഞങ്ങൾക്ക് കിടന്നുറങ്ങുവാനായിട്ട് സാധിക്കുന്നില്ല. ഈ കഴിഞ്ഞ മാസത്തെ ഡെങ്കിയുടെ റിപ്പോർട്ട് ഞാൻ എന്റെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ഞാൻ ചോദിച്ചു. എന്റെ ഇടക്കൊച്ചി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന്റെ കീഴിൽ 19 ഡെങ്കി കേസാണ് കഴിഞ്ഞ മാസം ആക്റ്റീവായിട്ടുള്ളത്. 19 ഡെങ്കി കേസ്. രൂക്ഷമായ സാഹചര്യമായതിനാലാണ് തനിക്ക് റോഡിലിറങ്ങി പ്രതിഷേധിക്കേണ്ട വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിരവധി പ്രവർത്തകർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും. മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,